താഴെ കാണിച്ചു തരാമേ. ഇത് കണ്ടോ, ഇതൊരു ചുരിദാറിന്റെ ഫ്രണ്ട് നെക്ക് ഡിസൈൻ ചെയ്തതാണ് കേട്ടോ. ഇതെന്ന് പറയുന്നത് ഞാൻ പുറത്തൊരു സ്റ്റിച്ചിങ് സ്ഥലത്ത് കൊടുത്തിട്ടോ അല്ലെങ്കിൽ ഒരു ബൊട്ടീക്കിൽ കൊടുത്തിട്ടോ അല്ലെങ്കിൽ റെഡിമെയ്ഡ് ആയിട്ട് വാങ്ങിച്ചതോ അല്ല. ഇത് ഒരു സൽവാറിന്റെ ഒരു ചുരിദാറിന്റെ ഫ്രണ്ട് പോർഷൻ ആണ് കണ്ടോ. ഇത് ഞാൻ തന്നെ ഡിസൈൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തതാണ്. ഞാൻ സ്റ്റിച്ചിങ് പഠിച്ചിട്ടുണ്ട്. ഞാൻ സ്റ്റിച്ചിങ് പഠിച്ച ഒരാളാണ്. അതിനോടൊപ്പം നമ്മൾ ഡിസൈനിങ് കൂടെ പഠിച്ചിട്ടുണ്ട്. പക്ഷെ പഠിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ ഈ ചുരിദാറും എനിക്ക് വേണ്ടിയുള്ള ചുരിദാറ് പിന്നെ സ്കർട്ട് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് പോകും എന്നുള്ളതല്ലാതെ ഇതുപോലെ ഡിസൈൻ ചെയ്ത് ഇതുവരെ ചെയ്തിട്ടില്ല. ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ ഡിസൈൻ ചെയ്ത് എനിക്കിത് ഭയങ്കര ഭംഗിയായിട്ട് തോന്നിയത്. നിങ്ങൾക്കും ഇത് എങ്ങനെയാണ്, കാണാൻ എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ബോക്സിൽ പറയണം. എനിക്കിത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഉണ്ടല്ലോ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനായിട്ട് തോന്നി. പ്രത്യേകിച്ച് ഇത് കണ്ടോ, ഇത് കസവിന്റെ മെറ്റീരിയലാണേ. അതിൽ ഒരു ലൈറ്റ് ലാവൻഡർ അല്ല, ഇതൊരു ചെറിയ ബ്ലൂ കളറാണ്. കളർ വേരിയേഷൻസ് തോന്നുന്നതാണേ. ഈ ഒരു കളർ കോമ്പിനേഷൻ ഈ കസവില് ഈ ഒരു കളർ ഭയങ്കര അടിപൊളിയായിട്ട് തോന്നിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് സ്റ്റിച്ചിങ് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ ഡിസൈൻ ചെയ്തത് ആദ്യമായിട്ടാണ്. എനിക്ക് തന്നെ ഒരു ഭയങ്കര ഭംഗിയുള്ളൊരു ഡിസൈനായിട്ട് തോന്നിയിട്ടുണ്ട്. ഞാനിങ്ങനെ ഒരുപാട് യൂട്യൂബിൽ വീഡിയോസ് ഒക്കെ ഇങ്ങനെ കണ്ടുപോകും കേട്ടോ. സ്റ്റിച്ചിങ്ങിൽ ചെയ്യുന്ന, അതായത് നെക്ക് പാറ്റേൺസ് ഒക്കെ ചെയ്തു പോകുന്ന വീഡിയോസ് ഒക്കെ ഞാനിങ്ങനെ ഒരുപാട് കാണുന്ന ഒരാളാണ്. സ്റ്റിച്ചിങ് അറിയാന്നുള്ളത് കൊണ്ട് അത് ഒരുപാട് കണ്ടു പോകുന്ന ഒരാളാണ്. പക്ഷെ ഞാൻ ഇന്നേവരെ അതൊന്നും ചെയ്തു നോക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ ട്രൈ ചെയ്തിട്ടൊന്നുമില്ല. അങ്ങനെ ഒരുപാട് വീഡിയോസ് കണ്ട ആ ഒരു ഐഡിയയിൽ എനിക്ക് തന്നെ തോന്നിയ ഇപ്പം നമ്മൾ ഒരുപാട് കുർത്തീസ് എടുത്ത് നോക്കിയാൽ തന്നെ കാണാം ഇങ്ങനത്തെ നെക്ക് പാറ്റേൺസ് ഒക്കെ കോമൺ ആണ്. അപ്പം അതുകൊണ്ട് ഇതൊരു പുതിയ ഐഡിയ ഒന്നും അല്ല. എന്നാലും ഈ ഒരു നെക്ക് പാറ്റേൺ ഞാൻ സ്വന്തമായിട്ട് തന്നെ ഒന്ന് വരച്ച് ഏത് ഷെയ്ഡ് ഇവിടെ വരണം, നെക്കിന്റെ താഴെ ഇവിടെ ഏത് കളർ കൊടുക്കണം, ഏത് പോർഷൻ കൊടുക്കണം, ബാക്കി എന്ത് വെച്ച് കവർ ചെയ്യണം എന്നൊക്കെ ഉള്ള കാര്യങ്ങളെല്ലാം ആദ്യം ഒന്ന് ചിന്തിച്ച് ഒന്ന് ഡിസൈൻ ചെയ്തതിന് ശേഷമാണ് ഞാൻ ഇത് സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തത്. ഈ നെക്കിൽ വന്നിരിക്കുന്ന ഈ പട്ടെന്ന് പറയുന്നത് ഈ മെറ്റീരിയലിന്റെ എൻഡ് പോർഷനിൽ വരുന്ന ഈ ഒരു കസവാണ് കേട്ടോ. കസവല്ല, എൻഡ് പോർഷനിൽ വരുന്ന ഈ ഒരു മെറ്റീരിയലാണ് കേട്ടോ. ഈ ഒരു ഗോൾഡൻ ത്രെഡ് വർക്ക് വരുന്ന ഈ പോർഷൻ ഉണ്ട്. ഈ പോർഷൻ കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ടാണ് ഞാൻ എൻഡ് പോർഷനിൽ നെക്ക് പോർഷനിൽ വെച്ചിരിക്കുന്നത്. കണ്ടോ, ഇങ്ങനെ വെച്ചിരിക്കുന്നത്. അപ്പൊ ഇത് ടോട്ടലി കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. ഞാനത് വീഡിയോയിൽ കംപ്ലീറ്റ് ആയിട്ട് കാണിച്ചു പോകുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്കിത് ഫുള്ളായിട്ട് കാണിച്ചു തരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്നാലും ഈ നെക്ക് പാറ്റേണിന് കറക്റ്റ് മാച്ചിങ് ആയിട്ട് വരും കേട്ടോ. വീഡിയോയിൽ കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. അപ്പൊ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കാണാം. നമ്മളിപ്പോ എന്ത് കാര്യവും അല്ലെങ്കിൽ ഇപ്പൊ യൂട്യൂബിൽ നിന്ന് നമുക്ക് പല ട്യൂട്ടോറിയൽസും കിട്ടും. അപ്പം ആ ട്യൂട്ടോറിയൽസ് നമ്മൾ ചെയ്ത് നോക്കുമ്പോഴുണ്ടല്ലോ നമുക്ക് ചെയ്യുമ്പം ചിലപ്പോൾ ആ ഷേപ്പിലും ആ ഒരു ലുക്കിലൊക്കെ കിട്ടിയെന്ന് വരും. പക്ഷെ നമ്മൾ ചെയ്യുന്ന വർക്കിന്റെ ഫിനിഷ് എന്ന് പറയുന്നതാണ് അതിന്റെ പെർഫെക്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. എനിക്ക് ഇത് കംപ്ലീറ്റ് ചെയ്തപ്പോഴത്തേക്കും എന്തൊക്കെയോ ഒരു പെർഫെക്ഷൻ ഉള്ളതുപോലെയൊക്കെ തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും പറയണം. എനിക്ക് എൻ്റെ പേഴ്സണൽ അഭിപ്രായം ഞാൻ പറയുന്നതാണ്, എന്തോ ഒരു പെർഫെക്ഷൻ ഇതിന് ഉണ്ട്. നമ്മളിപ്പോ ബൊട്ടീക്കിലൊക്കെ പോയിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഷോപ്പിൽ കടയിലൊക്കെ പോയിട്ട് നമ്മൾ റെഡിമെയ്ഡ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ വാങ്ങത്തില്ലേ, ചുരിദാറൊക്കെ. അപ്പൊ അതിലൊക്കെ ഒരു സ്റ്റിച്ചിങ്ങിന് പെർഫെക്ഷൻ ഉണ്ട്. അപ്പൊ ആ ഒരു പെർഫെക്ഷൻ ഇതിൽ വന്നിട്ടുണ്ട്. ഇത് എൻ്റെ ലൈഫിൽ തന്നെ ഞാൻ ആദ്യമായിട്ട് ചെയ്തതുകൊണ്ടാണ് ഞാൻ ഇത്രയും അതിനെ പുകഴ്ത്തി പറയുന്നത്. അപ്പോൾ ആ ഒരു പെർഫെക്ഷൻ അതിൽ വന്നിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് നിങ്ങൾക്കത് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായാലും ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണം. ഇതൊരു ഭയങ്കര ഭംഗിയായിട്ട് ഒരു കസവിന് ഈ ഒരു കോമ്പിനേഷനൊക്കെ വന്നപ്പോഴത്തേക്ക് നല്ല ഭംഗിയായി വന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇനി ഇതിന്റെ കംപ്ലീറ്റ് വീഡിയോ, അതായത് ഇതിപ്പോ ഫ്രണ്ട് പോർഷൻ മാത്രമേ ആയിട്ടുള്ളൂ. ഇനി ബാക്ക് പോർഷൻ ഉണ്ട്, അതുപോലെ തന്നെ സ്ലീവ് ചെയ്യാനുണ്ട്. ബാക്കി കംപ്ലീറ്റ് സ്റ്റിച്ചിങ്ങും കൂടെ കഴിഞ്ഞ് നമ്മൾ ഇട്ട് കാണുമ്പോഴേ ഇതിന്റെ കംപ്ലീറ്റ് ഭംഗി നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ കേട്ടോ. എന്തായാലും കസവിൽ ചെയ്യുന്ന എല്ലാ ഡ്രസ്സും ഓൾമോസ്റ്റ് നല്ല ഭംഗിയുള്ളത് തന്നെയാണ്. അപ്പോൾ ആ ഒരു കോൺഫിഡൻസിൽ ഞാൻ ഇതിന്റെ ബാക്കി സ്റ്റിച്ചിങ്ങും കൂടെ എനിക്ക് ചെയ്യാനുണ്ട്. അത് സ്റ്റിച്ചിങ് കൂടെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും എന്തായാലും നല്ല ഭംഗിയായിരിക്കും ഇത് കാണാനായിട്ട്. അപ്പോൾ ഇത് ഫസ്റ്റ് ടൈമാണ് എനിക്ക് ഇങ്ങനെ ഒരു ഡിസൈനൊക്കെ ചെയ്യാനും. ഇത് റണ്ണിങ് മെറ്റീരിയൽ ആണ് കേട്ടോ. റണ്ണിങ് മെറ്റീരിയൽ എടുത്തിട്ടാണ് ചെയ്യുന്നത്, അല്ലാതെ റെഡിമെയ്ഡ് അല്ല. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കും. ഞാൻ വീണ്ടും പറഞ്ഞു പോകുന്നതല്ല. ഇത് റണ്ണിങ് മെറ്റീരിയൽ ആണ്. റണ്ണിങ് മെറ്റീരിയൽ ഞാൻ ടോട്ടൽ ഒരു 5 മീറ്റർ വാങ്ങിച്ചിട്ടുണ്ട്, 5 മീറ്റർ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ റണ്ണിങ് മെറ്റീരിയലിൽ നിന്ന് ഈ പോർഷൻസ് ഒക്കെ വരുന്നത് വെച്ച് കട്ട് ചെയ്തൊക്കെ എടുത്തിട്ടാണ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരുന്നത്. അപ്പോൾ ഇത് തയ്ച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കൊരു കോൺഫിഡൻസ് വന്നേ. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അറ്റത്ത് വെച്ചിരിക്കുന്നതുണ്ടല്ലോ, ഇത്
ഈ കാണുന്നത് ലേസ് ആണ് കേട്ടോ, ഞാൻ വർക്ക് ചെയ്തിരിക്കുന്നതല്ല, ലേസ് ആണ്. ആരി വർക്ക് ഞാൻ പഠിക്കുന്നതേ ഉള്ളൂ. ആരി വർക്ക് കംപ്ലീറ്റ് എനിക്ക് ഭയങ്കര പെർഫെക്ഷനോടെ ചെയ്യാനായിട്ട് ഇതുവരെ അറിയത്തില്ല. അപ്പോൾ അത് പഠിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അത് പഠിച്ച് കഴിയുമ്പോഴത്തേക്കും നല്ല പെർഫെക്ഷനോടെയൊക്കെ ചെയ്ത് കഴിഞ്ഞൊരു കോൺഫിഡൻസ് വരുമ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് തരാം. ഈ എൻഡിൽ വെച്ചിരിക്കുന്നത് ലേസ് ആണ് കേട്ടോ. ആദ്യം ഈ ഒരു പീസ് ഇങ്ങനെ കട്ട് ചെയ്തു ഈ നെക്കിൽ അറ്റാച്ച് ചെയ്തതിന് ശേഷം പിന്നെ ഈ ലാസ്റ്റ് എൻഡിൽ കൊടുത്തിരിക്കുന്നത് ലേസ് ആണ്. ലേസും കൂടെ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ എനിക്ക് തന്നെ പേഴ്സണലി നല്ല ഭംഗിയായിട്ട് തോന്നി കേട്ടോ. അപ്പോൾ നല്ലൊരു ചുരിദാറായിട്ട് എനിക്ക് എന്താ പറയുക, എനിക്ക് പറയാൻ വാക്കുകളില്ല സത്യം പറഞ്ഞാൽ, അടിപൊളിയായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് ഇതിന്റെ സ്റ്റിച്ചിങ്ങിലോട്ട് പോവാം. ഇതെങ്ങനെയാണ് ചെയ്തതെന്നുള്ളത് എൻ്റെ ഒരു ട്യൂട്ടോറിയൽ കംപ്ലീറ്റ് ആയിട്ട് ബേസിക് ആയിട്ട് ഞാൻ പറഞ്ഞു പോകുന്നുണ്ട്. എല്ലാവർക്കും മനസ്സിലാവും, സ്റ്റിച്ചിങ്ങിന്റെ ബേസിക് അറിയാമെന്നുള്ള എല്ലാവർക്കും ചെയ്യാവുന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും ആ വീഡിയോ ഒന്ന് കാണാം. അപ്പോൾ ഈ ഒരു നെക്ക് പാറ്റേൺ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് നോക്കാം. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിവിടെ ഈ കാണിക്കുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് ലൈനിങ് ആണ് കേട്ടോ. അപ്പോൾ കസവ് മെറ്റീരിയൽ എടുക്കുമ്പോഴത്തേക്കും നമ്മൾ കറക്റ്റ് ആ കസവിൻ്റെ ആ ഒരു ക്രീം കളർ എടുക്കാതെ കുറച്ചുകൂടെ ഒരു വൈറ്റ് കസവ് പോലെ തോന്നിക്കുന്ന ഒരു വൈറ്റ് ഷെയ്ഡുള്ള ഒരു ലൈനിങ് എടുക്കുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞാൻ അങ്ങനെയാണ് ചൂസ് ചെയ്യാറ്. ഒരുപാട് ക്രീം എടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ ഒരു ചന്ദനത്തിൻ്റെ കളറൊക്കെ ആയിപ്പോവും. ചിലർക്ക് അത് വലിയ സ്യൂട്ടബിൾ ആവത്തില്ല. എനിക്കത് പേഴ്സണലി എന്താണ് പറയുക, ഒരു ഭംഗിയുള്ളതായിട്ട് തോന്നിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, ഇതൊരു ഓഫ് വൈറ്റ് കളറാണ്, ക്രീം കളറല്ല, എന്നാൽ ഒരു വൈറ്റ് ഷെയ്ഡ് കിട്ടുന്ന ഒരു കളറും കൂടെയാണ്. അങ്ങനത്തെ ഒരു മെറ്റീരിയൽ എടുക്കാൻ തന്നെ നോക്കണം. കസവിൻ്റെ തുണി തയ്ക്കുന്ന കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ. കസവിൻ്റെ തുണിയിൽ നമ്മൾ ബ്ലൗസ് തയ്ക്കുമ്പോഴായാലും ചുരിദാർ തയ്ക്കുമ്പോഴായാലും നമ്മൾ എടുക്കേണ്ട ലൈനിങ്ങിൻ്റെ മെറ്റീരിയലിൻ്റെ കളറിനെ പറ്റിയുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇതെന്ന് പറയുന്നത് ലൈനിങ്ങിൻ്റെ മെറ്റീരിയലാണ്. ഇത് ഞാൻ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ടുണ്ട്. ഫോൾഡ് ചെയ്തതിന് ശേഷം നമ്മുടെ ആവശ്യത്തിനുള്ള അളവുകളെല്ലാം എടുത്തിട്ട് അതൊന്ന് കാൽക്കുലേഷനൊക്കെ ചെയ്തിട്ട് പിന്നെ നമ്മൾ ഈ ലൈനിങ്ങിൻ്റെ മെറ്റീരിയലിൽ അതൊന്ന് വരയ്ക്കുകയാണ് ചെയ്യുന്നത്. ആ ചുരിദാർ കട്ട് ചെയ്യേണ്ട രീതി എങ്ങനെയാണോ ആ ഒരു ഷേപ്പിൽ വരയ്ക്കണം. വരച്ചതിന് ശേഷം ഞാൻ പിന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ ഓൾറെഡി ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പം ഇതിന് മുന്നേ ഞാൻ ഈ അളവുകൾ മാർക്ക് ചെയ്യുന്നതും പിന്നെ അത് കട്ട് ചെയ്യുന്നതും അങ്ങനെയുള്ള വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. ഒന്നുകൂടെ അത് വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അത്രയും ഭാഗം സ്കിപ്പ് ചെയ്തത്. അപ്പോൾ അങ്ങനെ എൻ്റെ അളവുകളെല്ലാം മാർക്ക് ചെയ്തിട്ട് ഞാൻ ഈ ലൈനിങ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്ക് മാർക്ക് ചെയ്യാം. ഈ നെക്ക് മാർക്ക് ചെയ്യുമ്പോഴത്തേക്കുണ്ടല്ലോ നമ്മുടെ നെക്കിൻ്റെ ഇറക്കവും നമുക്ക് ആവശ്യമുള്ള നെക്കിൻ്റെ വണ്ണവും എങ്ങനെയാണെന്നൊക്കെ ഉള്ളതെല്ലാം കൃത്യമായി അളന്നെടുക്കുക. അതിനുശേഷം ഒരു സ്ക്വയർ ബോക്സ് വരയ്ക്കുക. ഞാൻ ഈ ഒരു യു ഷേപ്പ് വരച്ചിരിക്കുന്നതിൻ്റെ ഒരു ഭാഗത്തായിട്ട് നിങ്ങൾക്ക് ഒരു സ്ക്വയറിൻ്റെ എൻഡ് കാണാമെന്ന് വിശ്വസിക്കുന്നത് ഇതാണേ. ആ സ്ക്വയർ എൻഡ് ബോക്സ് ഉണ്ടല്ലോ, ആ സ്ക്വയർ ബോക്സിനകത്താണ് ഞാൻ യു ഷേപ്പ് കൃത്യമായിട്ട് വരച്ചിരിക്കുന്നത്. യു ഷേപ്പിൽ ഞാൻ കൊടുത്തിരിക്കുന്ന എൻ്റെ നെക്കിൻ്റെ അളവെന്ന് പറയുന്നത്, ഇറക്കം എന്ന് പറയുന്നത് ഒരു 6.5 ഇനി വീതി ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് ഞാൻ കൊടുത്തിരിക്കുന്നത് ഒരു സൈഡിലോട്ട് 3.5, അത്രയാണ് നീളവും ഇറക്കമൊക്കെ കൊടുത്തിരിക്കുന്നത്. ഇതാണ് എൻ്റെ നെക്കിൻ്റെ കണക്കെന്ന് പറയുന്നത്. ഇനി ഞാൻ വേറൊരു തുണി എടുത്തിട്ട് ഞാൻ ലൈനിങ്ങിൽ ഇപ്പോൾ യു ഷേപ്പ് മാർക്ക് ചെയ്തില്ലേ, ഒരു സ്ക്വയർ വരച്ചിട്ട് ഒരു യു ഷേപ്പ് മാർക്ക് ചെയ്തില്ലേ, അതേപോലെ തന്നെ അതിൻ്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ചോക്കിൻ്റെ പാട് കിട്ടും. ആ പാട് ജസ്റ്റ് ഒന്ന് വരച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ലൈനിങ്ങിൽ വരച്ചിരിക്കുന്നത് പോലെ തന്നെ യു ഷേപ്പ് കിട്ടും. ഇത് ഞാൻ വേറൊരു ക്രീം കളർ മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത്, ലൈനിങ് മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത്. ഇതെന്ന് പറയുന്നത് നമ്മുടെ കസവുമായിട്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ട് കാണത്തില്ല, അതുകൊണ്ട് മറഞ്ഞു വരുന്ന ഭാഗമായതുകൊണ്ടാണ് ഞാൻ വേറെ കളർ എടുത്തിരിക്കുന്നത്. ഈ തുണിയിൽ ഞാൻ എന്താണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എന്താണ് നെക്ക് പാറ്റേൺ വരയ്ക്കാൻ ഉദ്ദേശിച്ചത് അത് ഞാൻ ആദ്യം യു കൊടുത്തു, പിന്നെ കണ്ടോ താഴോട്ട് ഞാൻ ആ സ്ക്വയറും കൂടെ കൊടുത്തു. സ്ക്വയറിൻ്റെ ലെന്ത് എന്ന് പറയുന്നത് നമ്മളൊരു ചുരിദാർ ഇടുമ്പോഴത്തേക്കും നമുക്ക് ഏത് പോർഷൻ വരെ ആ ഒരു സ്ക്വയർ വരണോ അത് ഞാൻ ആദ്യം ഇങ്ങനെ അളന്ന് നോക്കി, നമ്മുടെ ടേപ്പിൽ അളന്ന് നോക്കി ആ ഇറക്കമാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ഓരോ വ്യക്തിക്കും വ്യത്യസ്തമായിരിക്കും, അതുകൊണ്ടാണ് ഞാൻ കൃത്യമായിട്ടുള്ള അളവ് പറയാത്തത്. അതായത് ഈ ഒരു സ്ക്വയർ ബോക്സ് എത്രത്തോളം നീളത്തിൽ വേണം എന്നുള്ളത് ഓരോ വ്യക്തികൾക്കും വ്യത്യാസമായിരിക്കും. അങ്ങനെ ഞാൻ രണ്ടാമതെടുത്ത ലൈനിങ് മെറ്റീരിയലിൽ കൃത്യമായിട്ട് വേണ്ട പാറ്റേണും ഇറക്കവും എല്ലാം കൊടുത്തിട്ട് ഞാൻ ആ നെക്ക് പാറ്റേൺ കംപ്ലീറ്റ് ചെയ്തു. ഇനി ഈ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന റണ്ണിങ് മെറ്റീരിയലിൻ്റെ, കസവിൻ്റെ റണ്ണിങ് മെറ്റീരിയലിൻ്റെ എൻഡിൽ വരുന്ന പോർഷനാണ്. അത് ഞാൻ 2 എണ്ണം എടുത്തിട്ട് ഒരുമിച്ച് ചേർക്കുകയാണ് ചെയ്തത്. ഇനി അതിൻ്റെ മുകളിലാണ് നമ്മളിപ്പോൾ വേറെ രണ്ടാമതെടുത്ത മെറ്റീരിയൽ ഉണ്ടല്ലോ, രണ്ടാമതെടുത്ത ലൈനിങ് മെറ്റീരിയലിൽ നമ്മൾ വരച്ചിരിക്കുന്ന ആ നെക്ക് പാറ്റേൺ വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇതുപോലെ തന്നെ നമ്മൾ
വെക്കണം. ഇത് സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നേ നമ്മളൊരു കാര്യം ഉറപ്പിക്കണം, നമ്മളിപ്പോൾ വെച്ചിരിക്കുന്ന ആ ഒരു ബോർഡർ ഉണ്ടല്ലോ, അതായത് ആ ഒരു പട്ട് വരുന്ന ഭാഗം, ഇതിൻ്റെ നല്ല വശം ഏതാണോ ആ നല്ല വശം നമ്മൾ ടേബിളിൽ വിരിച്ചിടുക. ഇപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ ഇങ്ങനെ വിരിച്ചിട്ടതിന് ശേഷം ആ നല്ല വശത്തിൻ്റെ പുറമെയാണ് നമ്മൾ ഇപ്പോൾ വരച്ചിരിക്കുന്ന ആ ഒരു നെക്ക് പാറ്റേൺ വെച്ച് കൊടുക്കേണ്ടത്. ഈ നെക്ക് പാറ്റേൺ നമ്മൾ ഫേസ് ചെയ്തിരിക്കണം, നമ്മൾ ബോർഡറിൻ്റെ നല്ല വശത്തിൻ്റെ മുകളിലാണ് നമ്മളിത് ഇട്ട് കൊടുക്കേണ്ടത്. ഈ രണ്ട് കാര്യങ്ങളും ശ്രദ്ധിക്കണം. ഇനിയും ശ്രദ്ധിക്കേണ്ട കുറച്ചുകൂടെ കാര്യങ്ങളുണ്ട്. അതായത് നമ്മൾ ഈ നെക്ക് പാറ്റേൺ ഇങ്ങനെ വരയ്ക്കുമല്ലോ, ആ ഒരു വീടിൻ്റെ ഹട്ട് പോലത്തെ ആ ഒരു സ്ക്വയർ പാറ്റേൺ നമ്മൾ വരയ്ക്കുമ്പോഴത്തേക്കും അടിയിൽ വെച്ചിരിക്കുന്ന പട്ടിൻ്റെ തുണിയും കൃത്യമായിട്ടുള്ള നീളത്തിലും വീതിയിലും വേണം, തികയാതെ പോവരുത്, അങ്ങും ഇങ്ങും എത്തുന്ന രീതിയിലൊന്നും അഡ്ജസ്റ്റ് ചെയ്തൊന്നും വെക്കരുത്. കറക്റ്റായിട്ട് ഈ കൊടുത്തിരിക്കുന്ന ഔട്ട്ലൈൻ കഴിഞ്ഞ് നിൽക്കുന്ന രീതിയിൽ കൃത്യമായ അളവിൽ തന്നെ നമ്മൾ ആ പട്ടിൻ്റെ തുണി എടുക്കണം. ഇതിപ്പോൾ എന്താണ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും തെന്നി പോവാതിരിക്കാനായിട്ട് നമ്മളൊരു മുട്ടുപിന്ന്, ഞാനിപ്പോൾ മുട്ടുപിന്നാണ് യൂസ് ചെയ്യുന്നത്, മുട്ടുപിന്ന് വെച്ചിട്ട് സെക്യൂർ ചെയ്തിട്ട് ഞാൻ എന്താണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചോക്ക് കൊണ്ട് വരച്ചിരിക്കുന്ന ആ ഒരു ഷേപ്പിലൂടെ മാത്രം എന്ത് ചെയ്യുക, സ്റ്റിച്ച് ചെയ്ത് പോവുക. കണ്ടോ, ഇപ്പോൾ വീഡിയോയിൽ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. കണ്ടോ, ആ ഒരു ഹട്ട് ഷേപ്പ് ഉണ്ടല്ലോ, ആ ഹട്ട് ഷേപ്പിലൂടെ മാത്രം നമ്മൾ ഒരു പ്രാവശ്യം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോയാൽ മതി. കണ്ടോ, ഞാൻ സ്റ്റിച്ച് ചെയ്ത് പോയിരിക്കുന്നത് ആ ഒരു നീല വരയിലൂടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം, നമ്മൾ അടിയിൽ വെച്ചിരിക്കുന്ന ലൈനിങ്ങും ആ പട്ടിൻ്റെ തുണിയും തമ്മിൽ കൃത്യമായ അളവുണ്ട്, അങ്ങും ഇങ്ങും എത്താതെ ഒന്നുമല്ല വെച്ചിരിക്കുന്നത്, കൃത്യമായ അളവിൽ വെച്ചിരിക്കുകയാണ്. എങ്കിൽ മാത്രമേ നമുക്കൊരു പെർഫെക്ഷൻ കിട്ടുള്ളൂ. ഇനി നമുക്ക് ചെയ്യേണ്ട പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞല്ലോ, ഈ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നതിൽ നിന്നും ഒരു ചെറിയ ഇഞ്ച് വ്യത്യാസം വിട്ടിട്ട് നമ്മൾ ബാക്കി വരുന്ന തുണി എന്ത് ചെയ്യുക, കട്ട് ചെയ്ത് മാറ്റിയിട്ട് പിന്നെ നമ്മളൊന്ന് മറിച്ചെടുക്കുമ്പോഴത്തേക്കും നമുക്കിതാ കറക്റ്റ് ഇങ്ങനത്തെ ഒരു ഷേപ്പ് തന്നെ കിട്ടും. ഒരു വീടിൻ്റെയൊക്കെ കൂര വരുന്നില്ലേ, അതിനാണ് ഞാൻ ഈ ഹട്ട് എന്നൊക്കെ പറയുന്നത് കേട്ടോ. എനിക്ക് ഈ ഇതിൻ്റെ ഷേപ്പിൻ്റെ പേര് കറക്റ്റ് എനിക്കറിയത്തില്ല, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഹട്ട് ഷേപ്പ് എന്ന് പറഞ്ഞു പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഷേപ്പ് നമുക്ക് കിട്ടും. ഈ ഒരു പാറ്റേൺ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഏത് കടയിൽ ചെന്നാലും ഒരു ചുരിദാറിൻ്റെയോ അല്ലെങ്കിൽ ഒരു റെഡിമെയ്ഡ് ടോപ്പിൻ്റെയോ ഫ്രണ്ടിലൊക്കെ കൊടുക്കുന്ന, കുർത്തയുടെയൊക്കെ ഫ്രണ്ടിലൊക്കെ കൊടുക്കുന്ന ഒരു നെക്ക് പാറ്റേൺ തന്നെയാണ് ഞാനും ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് നമ്മൾ വീട്ടിൽ അല്ലെങ്കിൽ സ്വന്തമായിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു പാറ്റേൺ ആണ് കേട്ടോ. അതിപ്പോൾ നമുക്ക് ഇവിടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ യു എന്ന് പറയുന്നതുണ്ടല്ലോ, നമ്മുടെ ആ ലൈനിങ്ങിൽ വരച്ചിരിക്കുന്നത് പുറത്ത് കാണുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ യു കണ്ടോ, കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. നമ്മൾ ആ മെയിൻ ക്ലോത്തിൽ വെക്കുമ്പോഴത്തേക്കും അത് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. ഇനി ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കസവിൻ്റെ മെറ്റീരിയൽ എടുക്കുകയാണ്, അതായത് നമ്മുടെ മെയിൻ മെറ്റീരിയൽ എടുക്കുകയാണ്. കണ്ടോ, താഴ്ഭാഗത്ത് ഈ കാണുന്ന പട്ടിൻ്റെ ഒരു പോർഷൻ വരുന്നുണ്ട്. ഈ മുകളിൽ കറക്റ്റ് യു ഷേപ്പ് ഞാൻ ഓൾറെഡി വരച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു, അതായത് മെയിൻ മെറ്റീരിയലിൻ്റെ നെക്ക് ഞാൻ ഓൾറെഡി വരച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതേ യു ഷേപ്പിലൂടെ തന്നെ ഇപ്പം നമ്മൾ റെഡിയാക്കി എടുത്ത് വെച്ച് ആ ഒരു ഹട്ടിൻ്റെ ഷേപ്പ്, ആ ഒരു പീസും കൂടെ ഞാൻ വെച്ച് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് എല്ലാം ഓരോന്ന് ചെയ്യുമ്പോഴും നമ്മൾ വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം, പിന്നെ വെച്ച് സെക്യൂർ ചെയ്യണം. എങ്കിൽ മാത്രമേ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോകുമ്പോഴത്തേക്കും അതേ ഷേപ്പിൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഇനി നമുക്ക് വളരെ സൂക്ഷിച്ച്, വളരെ ക്ഷമയോടെ, വളരെ പതുക്കെ തന്നെ നമുക്ക് ആ യു ഷേപ്പിലൂടെ ആദ്യം സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാനിവിടെ യു ഷേപ്പിലൂടെ ഒരു പ്രാവശ്യം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, ആ പിന്നെല്ലാം ഞാൻ മാറ്റിയിട്ടുണ്ട്. ഈ താഴ്ഭാഗം ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടില്ല. കണ്ടോ, ഇത് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടില്ല. ഇവിടെയും നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുണ്ട്. ആദ്യം നമ്മൾ യു ഷേപ്പിലൂടെ ഒരു പ്രാവശ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം പിന്നെല്ലാം വെച്ച് സെക്യൂർ ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് ആ ഒരു ഹട്ട് ഷേപ്പിൻ്റെ ആ എൻഡിലൂടെയും കൂടെ നമുക്കൊന്ന് പതുക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. നെക്കിൻ്റെ യു ഷേപ്പിലൂടെയും അതോടൊപ്പം തന്നെ എൻഡിലൂടെയും നമ്മൾ ഒരു പ്രാവശ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈനിങ് മെറ്റീരിയലാണ്. ഏറ്റവും അടിയിൽ ഞാൻ കസവിൻ്റെ മെറ്റീരിയലിൻ്റെ നല്ല ഭാഗം ഇട്ടിട്ടുണ്ട്. പിന്നെ നടുക്ക് കാണുന്ന ആ ഒരു ഹട്ടിൻ്റെ ഷേപ്പ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ, അത് നമ്മൾ ഓൾറെഡി സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. മുകളിലെന്ന് പറയുന്നത് നമ്മൾ ലൈനിങ് മെറ്റീരിയലാണ് വെച്ചിരിക്കുന്നത്. ആദ്യമേ തന്നെ നമ്മൾ ലൈനിങ്ങിൽ നെക്കിൻ്റെ ഷേപ്പ് ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ മൂന്നിലും നമ്മൾ വരച്ചിരിക്കുന്ന യു എന്ന് പറയുന്ന ഷേപ്പ് ഒരേപോലെ കോയിൻസൈഡ് ചെയ്ത് നിൽക്കണം. ഒരു വ്യത്യാസം വരാതെ വളരെ ശ്രദ്ധിച്ച് ചെയ്യുക. എന്നിട്ട് അതിൽ നമ്മൾ പിന്ന് വെച്ച് സെക്യൂർ ചെയ്യുക. അതിനുശേഷം മാത്രം നമുക്ക് നെക്ക് എന്ത് ചെയ്യാം, സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഒരുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഒരൊറ്റ പ്രാവശ്യം സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഈ ഒരൊറ്റ സ്റ്റിച്ച് തന്നെ 3 തുണികളുടെയും യു ഷേപ്പ് എന്ന് പറയുന്നത് വളരെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടണം. വളരെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് യു ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. കണ്ടോ, പിന്നൊക്കെ വെച്ച് സെക്യൂർ ചെയ്താൽ മാത്രമേ നമുക്ക് ഒരു പെർഫെക്ഷൻ കിട്ടുള്ളൂ.
അതിനുശേഷം നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന യു ഉണ്ടല്ലോ, യുവിൽ നമ്മൾ ഇതുപോലെ ജസ്റ്റ് ഒരു കട്ടിങ്സ് കൊടുക്കണം. കട്ടിങ്സ് നമ്മൾ കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷേപ്പ് കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ. കട്ടിങ്സ് കൊടുത്തിട്ട് നമ്മളൊന്ന് മറിച്ചിട്ട് കഴിഞ്ഞാൽ ഇതാ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഷേപ്പ് നമുക്ക് കിട്ടും, നെക്കിൻ്റെ ഷേപ്പ് നമുക്ക് കിട്ടും. ഇനി നമുക്ക് എന്താണ് ആ യു ഷേപ്പിലൂടെ ഒന്നുകൂടെ ഒരു പ്രാവശ്യം സ്റ്റിച്ച് ചെയ്ത് പോയി കഴിഞ്ഞാൽ നല്ല യു ഷേപ്പ് നമുക്ക് കിട്ടും കേട്ടോ. ഇത് ഞാൻ അയൺ ചെയ്തിട്ടില്ല, അയൺ ചെയ്യുന്നതിന് മുന്നേ എടുത്ത വീഡിയോ ആണ്. അയൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്കിപ്പോൾ സ്ലീവ് തയ്ക്കാനായാലും നമ്മുടെ നെക്ക് പാറ്റേൺ തയ്ക്കാനായാലും എന്തിനായാലും നമ്മൾ അയൺ ചെയ്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും ഉണ്ടല്ലോ എല്ലാത്തിനും ഒരു പെർഫെക്ഷൻ വരും. അയൺ ചെയ്യുക എന്നുള്ളതൊരു മസ്റ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ആ ഒരു ഹട്ടിൻ്റെ എൻഡിലൂടെയും കൂടെ ഒന്ന് അടിച്ചു പോയിട്ടുണ്ട്. അത് ഞാൻ നേരത്തെ കാണിച്ചില്ല, ഇതിപ്പോൾ ഞാൻ ഒന്നുകൂടെ വ്യക്തമായിട്ട് കാണിച്ചു തരാം. ഈ ഹട്ടിൻ്റെ എൻഡ് പോർഷനിലൂടെ ഒരു പ്രാവശ്യം സ്റ്റിച്ച് ചെയ്ത് പോയാൽ മതി, ഒരുപാട് സ്റ്റിച്ചൊന്നും വേണ്ട. ഇത്രയും ചെയ്തപ്പോൾ തന്നെ കസവിൻ്റെ മെറ്റീരിയലും കൂടെ ആയതുകൊണ്ട് ഏതൊരു കളർ അതിൽ അറ്റാച്ച് ചെയ്താലും അതൊരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. ഇത്രയും സ്റ്റിച്ച് ചെയ്ത് വന്നപ്പോൾ തന്നെ എനിക്കൊരു ഭയങ്കര കോൺഫിഡൻസ് കിട്ടി. ഇങ്ങനത്തെ നെക്ക് പാറ്റേൺസ് ഒക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് കിട്ടി. കാരണം അത്രയ്ക്ക് ഭംഗിയായിരുന്നു കേട്ടോ. കസവിൻ്റെ ആ ഒരു കോമ്പിനേഷനാണ്, കസവ് തുണിയുടെ അല്ലെങ്കിൽ ആ മെറ്റീരിയലിൻ്റെ ഒരു ഭംഗി, ഒരു പ്രത്യേക ഭംഗിയാണ്. അത് ഇത്രയും കൂടെ ചെയ്ത് വന്നപ്പോൾ കുറച്ചുകൂടെ നല്ല ഭംഗിയുള്ളതായിട്ട് തോന്നി. ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു ഹട്ടിൻ്റെ ഷേപ്പിലൂടെ കൊടുത്തിരിക്കുന്ന ആ ഒരു ലൈനിങ് പോയിരിക്കുന്നില്ലേ, അത് സ്റ്റിച്ചിങ് പോയിരിക്കുന്നില്ലേ, ആ സ്റ്റിച്ചിങ്ങിൻ്റെ എൻഡിലായിട്ട് ഈ കാണുന്ന ലേസ് വെച്ച് കൊടുക്കണം. ഇത് ലേസ് നമ്മൾ ഇതിൻ്റെ അതേ കളറിലുള്ള ലേസ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. മീറ്ററിനൊരു 45 അങ്ങനെ എന്തോ ആയിരുന്നു ആ ലേസിന് വന്നിരുന്ന റേറ്റ്. അപ്പോൾ ഞങ്ങൾ 3 മീറ്ററാണ് വാങ്ങിയത്. 3 മീറ്ററേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ, കൂടുതൽ മീറ്റർ ഇല്ലായിരുന്നു. 3 മീറ്റർ ഉണ്ടായിരുന്നത് ഞങ്ങൾ 3 മീറ്ററും വാങ്ങി. അങ്ങനെ ഈ ലേസ് എന്ത് ചെയ്യാണ്, ഇതിൻ്റെ എൻഡിൽ വെച്ച് കൊടുക്കുകയാണ്, ഈ ഹട്ടിൻ്റെ എൻഡിൽ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ളൊരു വീഡിയോ കാണിച്ചു തരാം. കണ്ടോ, ലേസ് അറ്റാച്ച് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ലേസും ഒരുപാട് സ്റ്റിച്ചിങ് കൊടുത്ത് അതിനെ ഇല്ലാതാക്കരുത്. നമ്മൾ ഒരൊറ്റ സ്റ്റിച്ചിങ് കൊടുത്ത് തന്നെ പോവുക. ആ ഒരൊറ്റ സ്റ്റിച്ചിൽ ലേസ് നമ്മുടെ ആ തുണിയിലോട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുകയും ചെയ്യണം. എങ്കിൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഫിനിഷ് കിട്ടും. കണ്ടോ, ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴുണ്ടല്ലോ ഒരു എന്താ പറയുക, എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. നല്ല ഒരു ബൊട്ടീക്കിലൊക്കെ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു റെഡിമെയ്ഡ് കുർത്തയിലൊക്കെ കിട്ടുന്നത് പോലെ ഭയങ്കര പെർഫെക്ഷനോടെയും ഫിനിഷിങ്ങിലൂടെയൊക്കെ ചെയ്യാൻ പറ്റിയൊരു അങ്ങനെ ഒരു കുർത്ത പോലെ തോന്നി. അതെനിക്ക് ഞാൻ തന്നെ ചെയ്തപ്പോൾ എന്തോ ഒരു ഭയങ്കര സന്തോഷം തോന്നി. എനിക്കൊരു കോൺഫിഡൻസ് വന്ന് ഇനി ഒരു റണ്ണിങ് മെറ്റീരിയൽ എടുത്തിട്ട് നമുക്ക് ഇതുപോലെ പല നെക്ക് പാറ്റേൺസ് ഒക്കെ ചെയ്ത് നോക്കണം, അങ്ങനെയൊക്കെ തോന്നി. അപ്പം ഇനിയും ഇതുപോലെ നല്ല നല്ല നെക്ക് പാറ്റേൺസ് ഒക്കെ ചെയ്തിട്ട് സക്സസ്ഫുൾ ആവുന്നത് ഞാൻ വീഡിയോ ആക്കി ഷെയർ ചെയ്യുന്നതാണ്. ഇപ്പോൾ ഈ ഒരു മെറ്റീരിയലിൻ്റെ ഫുൾ പോർഷൻ നിങ്ങൾ കണ്ടെന്ന് വിശ്വസിക്കുന്നു. ഈ റണ്ണിങ് മെറ്റീരിയലിൻ്റെ ബോർഡറിൽ വന്നിരിക്കുന്ന ആ ഒരു പീസ് തന്നെ നമ്മൾ നെക്കിലും കൂടെ കൊടുത്തപ്പോൾ ഈ താഴെയും മുകളിലും ഒരേ കളേഴ്സ് വന്നപ്പോഴത്തേക്കും ആ കസവിന് കുറച്ചുകൂടെ ഭംഗി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ലേസും അതിൽ കുറച്ച് സ്റ്റോൺ വർക്കൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു ഷൈനിങ് ഒക്കെ ഉണ്ട്. അതും കൂടെ ആഡ് ചെയ്തപ്പം ഭയങ്കര ഒരു ഭംഗിയായിട്ട് എനിക്ക് തോന്നി. എൻ്റെ തോന്നലാണ്, നിങ്ങൾക്കും ഇത് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലൂടെ പറയാം. പിന്നെ കണ്ടോ, ഇത് മൊത്തത്തിൽ കാണുമ്പോൾ കണ്ടോ നല്ല ഭംഗിയാണ്. കണ്ടോ, മുകളിലും താഴെയും ഒരേ കളർ വന്നപ്പോഴത്തേക്കും നല്ല ഭംഗിയായിട്ട് തോന്നുന്നുണ്ട്. കസവിൽ നമ്മൾ ഏത് കളർ മാക്സിമം ചെയ്താലും അത് നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് തോന്നും. അപ്പോൾ ഇതിൻ്റെ ബാക്കി സ്റ്റിച്ചിങ് വീഡിയോ ഉണ്ട്, അതെല്ലാം ഞാൻ വഴി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതായത് ബാക്ക് തയ്ക്കുന്നതും സ്ലീവ് സ്റ്റിച്ച് ചെയ്യുന്നതെല്ലാം ഞാൻ അടുത്തടുത്തായിട്ട് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു ഷോർട്സ് വീഡിയോയിലൂടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഞാൻ ഈ ചുരിദാർ ഇട്ടതിന് ശേഷം ഉള്ള ഒരു ഫോട്ടോയോ എന്തെങ്കിലും ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത് വളരെ ബേസിക് ആയിട്ട് ചെയ്തൊരു കാര്യമാണ് കേട്ടോ. ഒരുപാട് കാര്യങ്ങളൊന്നും ഇതിലില്ല. സ്റ്റിച്ചിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ബേസിക്കായിട്ട് അറിയാവുന്നവർക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ്. പുതിയതായിട്ട് ചെയ്യാവുന്നവർക്കും ഈ ഒരു ട്യൂട്ടോറിയൽ ഹെൽപ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഈ ഒരു നെക്ക് ഡിസൈൻ, ഒരു ചുരിദാറിൻ്റെ നെക്ക് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സ്റ്റിച്ചിങ് അറിയാമെന്നുള്ള ബേസിക്കായിട്ട് സ്റ്റിച്ചിങ് ഒക്കെ അറിയാമെന്നുള്ളവർക്ക് ട്രൈ ചെയ്ത് നോക്കാമെന്നുള്ളതേ ഉള്ളൂ. എന്നെ കൊണ്ട് പറ്റുമെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും കൊണ്ടും പറ്റും, അത്രേ ഉള്ളൂ. എല്ലാവർക്കും ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ സ്ലീവിൻ്റെ വീഡിയോ അടുത്ത് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ബാക്കി സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ചെയ്യുന്ന വീഡിയോയും ഇതിലോടൊപ്പം അടുത്തടുത്തായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അത് കഴിഞ്ഞിട്ട് ഷോർട്സിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വീഡിയോയിലൂടെ തന്നെ ഞാൻ ഇത് ഇട്ട് കാണിച്ചു തരാം, ഈ ചുരിദാർ ഇട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതൊരു ചെറിയ, ഞാൻ പറഞ്ഞില്ലേ, ഇത് എനിക്ക് ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും ഉണ്ടല്ലോ എനിക്ക് ഭയങ്കര ഒരു ഭംഗിയായിട്ട് തോന്നിയുള്ളൊരു ഡിസൈനാണ്. അപ്പോൾ അതിൻ്റെതായ ഒരു സന്തോഷമുണ്ട്. അത്രയും സന്തോഷത്തോടെയാണ് ഞാൻ ഈ വീഡിയോയും ചെയ്യുന്നത്. എന്തായാലും എന്തെങ്കിലും നെഗറ്റീവ് കമൻസ് ആയാലും കുഴപ്പമൊന്നുമില്ല. നിങ്ങളുടെ അഭിപ്രായം എന്താണോ അതെല്ലാം ഒന്ന് ഷെയർ ചെയ്യുക. മാത്രമല്ല ഇതുപോലത്തെ നല്ല നല്ല സ്റ്റിച്ചിങ് വീഡിയോസൊക്കെ ചെയ്യാൻ ഇപ്പോൾ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്. അങ്ങനത്തെ
നെക്ക് ഡിസൈൻസ് ഒക്കെ ചെയ്യുന്നത് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതൊക്കെ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. വീണ്ടും നമുക്ക് ബാക്കി വീഡിയോസൊക്കെ ആയിട്ട് കാണാം. ബൈ.